സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തണമെന്ന ഉഗ്രശാസനത്തോടൊപ്പമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതി അനുമതി നൽകിയത്. വന്ന കണക്കും നിന്ന കണക്കും അവിടെ കിടക്കട്ടെ. 45 ദിവസത്തിന് 144 ദിവസവും കഴിഞ്ഞു കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത കണക്കൊക്കെ കള്ളമാണെന്ന് പറഞ്ഞോളൂ. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നതുകൂടി പറയണം. സ്പെഷ്യൽ കമ്മീഷണർ കൈ തട്ടിപ്പറിച്ചെടുത്തത് എന്ന കുറ്റാരോപണം നിലവിലില്ല എങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഈ റിപ്പോർട്ട് എത്തിയത് എങ്ങനെയാണ് എന്നതുകൂടി വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ പാങ്ങില്ലെന്ന് സമ്മതിക്കണം. വീഴ്ചയുണ്ടെന്നാണ് വിമർശനമെങ്കിൽ നടപടിയെടുക്കണം. കള്ളക്കണക്ക് ആരുണ്ടാക്കി? അതിഥികൾ നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, ശ്രീ RV ബാബു ഹിന്ദു ഐക്യവേദിയിൽ നിന്ന്, ശ്രീ മധു മണിമല അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാര സഭ ദേശീയ ജനറൽ സെക്രട്ടറി. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, കോടതിക്ക് മുന്നിലേക്ക് തെറ്റായ ഒരു കണക്കെത്താനുള്ള കാരണം എന്താണ്? ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? ഇവിടെ 45 ദിവസത്തിനുള്ളിൽ നടത്തിയ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഡിറ്റ് ചെയ്ത കണക്ക് ഹാജരാക്കണമെന്ന് 9/9/2025 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. 20/9/2025 ഈ പ്രോഗ്രാം നടന്നത്. മണ്ഡലകാലത്തിൻ്റെ തിരക്ക് കാരണം കൂടുതൽ സമയം വേണം എന്നുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി 2 തവണ ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഒരു കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കിയത് ഓഡിറ്റ് ചെയ്ത വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് കൊടുത്ത കണക്ക് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കോടതി ഉത്തരവ് പാലിച്ചുകൊണ്ടാണ് ഹാജരാക്കിയത്. ആ ഹാജരാക്കിയ കണക്ക് ശരിക്കും പറഞ്ഞാൽ എസ്റ്റിമേറ്റുകളും അതുപോലെ തന്നെ അന്തിമമാകാത്ത ബില്ലുകൾ, അതുപോലെ വൗച്ചറുകൾ, അന്തിമമാകാത്ത വൗച്ചർ, അതുപോലെ കരാറുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ പൂർത്തീകരിക്കാത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പരിപാടിക്ക് വേണ്ടി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഒരു തരത്തിലും ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്യുകയോ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ഒരു ഓഡിറ്റ് റിപ്പോർട്ടല്ല. ഒരു ഘട്ടത്തിൽ പോലും ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടില്ല. അത്തരത്തിൽ ഒട്ടും പൂർത്തീകരിക്കാത്ത, വേണ്ടത്ര ഡിസ്കഷൻ നടത്താത്ത, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോ സ്റ്റേറ്റ് ഓഡിറ്റർ ഡിപ്പാർട്ട്മെൻറ്റോ നടത്തുന്ന തരത്തിലുള്ള ഓഡിറ്റിങ്ങിൻ്റെ ഒരു മാനദണ്ഡവും പാലിക്കാത്ത ഒരു റിപ്പോർട്ടാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായി സ്പോൺസറിങ്ങിലൂടെ കിട്ടിയ പണം എത്ര, ഞങ്ങൾ ചെലവഴിച്ച പണം എത്ര, ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വരവ് ചെലവ് കണക്കുകളും ദേവസ്വം ബോർഡിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാതെ ഓഡിറ്റർ തയ്യാറാക്കി എന്ന് പറയപ്പെടുന്ന പാതി വെന്ത ഈ റിപ്പോർട്ട് ഒരു തരത്തിലും ദേവസ്വം ബോർഡ് അംഗീകരിക്കാത്തതാണെന്നും അതുകൊണ്ട് ഞങ്ങളുടെ വാദവും ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ബില്ലുകളും വൗച്ചറുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി കൃത്യമായി അത് അനുവദിക്കുകയും അതിനുവേണ്ടി ഈ കേസ് 27-ാം തീയതിക്ക് വയ്ക്കുകയും ചെയ്തു. ഒറ്റ വാചകം ഞാൻ വായിക്കാം. സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിലെ പേജ് 2-ലെ 6-ാം പാരഗ്രാഫ്, hence the auditor could not verify the actual expenses incurred by the subcontractors in relation to the execution of the work എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഒരു സ്പോട്ട് പരിശോധന എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആണ്. അതുപോലും നടത്താതെ, കൃത്യമായിട്ട് ഒരു റിപ്പോർട്ടും നോക്കാതെ, കൃത്യമായിട്ട് ഒരു ബില്ലും പരിശോധിക്കാതെ തനിക്ക് കിട്ടിയ ആദ്യ എസ്റ്റിമേറ്റിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. അത് തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിൻ്റെ ഉള്ളടക്കം തെറ്റാണ്. ഓക്കെ, അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതായത് ഈ വേണ്ടത്ര ചർച്ച നടക്കാത്തതിന് കാരണം ആരാണ്? എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയോ അതിന് ഉത്തരം പറയുകയോ ചെയ്യാതിരുന്നത്? മാനദണ്ഡങ്ങൾ പാലിക്കാത്തത്, അങ്ങാണ് പറഞ്ഞത് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഇതൊന്നും നടക്കാതെ ഈ റിപ്പോർട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇനി ഇതാ നോക്കൂ, ദേവസ്വം ബോർഡിന് അറിയാമല്ലോ, ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കൃത്യമായ രേഖകൾ കൊടുത്തിട്ടുമില്ല ഇതുവരെയെന്ന്. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് അങ്ങ് പറഞ്ഞതുപോലെ പകുതി വെന്തതാണ് അല്ലെങ്കിൽ ഒട്ടും വേവാത്തതാണ് എന്നൊരു ബോധ്യമുണ്ടാകുമല്ലോ. ഇതെങ്ങനെ പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ അടുത്തേക്ക് എത്തി? അതാണ് കൂടുതൽ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ഒരു വിഷയവും ചോദ്യവുമാണ് താങ്കൾ ഉന്നയിച്ചത്. ദേവസ്വം കമ്മീഷണറാണ് ഓഡിറ്ററുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൈപ്പറ്റിച്ച് അത് കൃത്യമായി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. 9/9/2025 കോടതി ഉത്തരവിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ, അതായത് ജില്ലാ ജഡ്ജിയാണ്, ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്ത ജഡ്ജിയാണ്,
അദ്ദേഹം വഴി റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്നതാണ് കോടതി ഉത്തരവ്. ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് ദേവസ്വം കമ്മീഷണറാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹവും വ്യക്തിപരമായി പോലും വെരിഫൈ ചെയ്യാതെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തത്. അത് ഗൗരവമായി തന്നെ ദേവസ്വം ബോർഡും ഗവൺമെന്റും പരിശോധിക്കും. ദേവസ്വം കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? അഡ്വക്കേറ്റ് കെ സരൺകുമാർ. ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്നത് ഗവൺമെന്റാണ്. പക്ഷേ ഗവൺമെന്റ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിന്റെ കടമ നിലവിലുള്ള നിയമപ്രകാരം തന്നെ നിർവഹിക്കും, ഭരണഘടനാപരമായിരിക്കും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണല്ലോ അപ്പോയിന്റ്മെന്റ് ഉത്തരവ് കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം വേണ്ടത്ര മൈൻഡ് അപ്ലൈ ചെയ്തിട്ടില്ല, നിയമം അപ്ലൈ ചെയ്തിട്ടില്ല. പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതെങ്കിലും ബോർഡ് അറിഞ്ഞോ? ഇല്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിൽ, റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത് അത് ദേവസ്വം ബോർഡിന് കൊടുക്കുകയും ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ വെച്ച് ആ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുകയും, അതിൽ തന്നെ പല ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല, ഒരു പരിശോധന നടത്തിയിട്ടില്ല, അതുപോലെ കൃത്യമായിട്ടുള്ള ബില്ലും വൗച്ചറും എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് എനിക്ക് ഐ കുഡ് നോട്ട് വെരിഫൈ ദ ആക്ച്വൽ എക്സ്പെൻസസ് എന്ന് തന്നെ ആ റിപ്പോർട്ടിൽ എഴുതി വെച്ച് ഓഡിറ്റർ കൊടുക്കുമ്പോൾ ശരിക്കും ദേവസ്വം കമ്മീഷണർ സൂക്ഷ്മമായി അത് പരിശോധിച്ച് ഒന്നെങ്കിൽ ആ റിപ്പോർട്ട് മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റ്. കാരണം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ രേഖകൾ ഹാജരാക്കുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ട ആള് തന്നെയാണ് ദേവസ്വം കമ്മീഷണർ. അതുകൊണ്ട് എന്തുകൊണ്ട് ഓഡിറ്റർ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് പരിശോധിക്കുവാനും അതിൽ എന്തെങ്കിലും ലാപ്സ് ഉണ്ടോ, പരിഹരിക്കേണ്ട മാർഗം എന്താണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഈ കമ്മീഷണർക്ക് തന്നെയുണ്ട്. അദ്ദേഹം ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ആർ വി ബാബു, നോക്കൂ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ഏൽപ്പിച്ച വിജയനാഥ് അസോസിയേറ്റ്സ് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണറുടെ കയ്യിൽ കിട്ടി എന്ന് പോലും ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല. പക്ഷെ ദേവസ്വം ബോർഡിന് വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിലവിൽ തന്നിരിക്കുന്ന അവസാനത്തെ തീയതി എന്നുള്ളതാണ്. സ്വാഭാവികമായും അയ്യോ നാളെയല്ലേ കോടതിയിൽ ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്, റിപ്പോർട്ട് കിട്ടിയോ എന്ന് ചോദിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ ആ ബോർഡിൽ എങ്ങും ഉണ്ടായില്ല എന്നുള്ളത് എത്ര നിഷ്കളങ്കമാണ്. മാധു, ഈ പറയുന്ന അരുൺകുമാർ ഇവിടെ പറയുന്നത് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ സാമാന്യ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങളാണ്. ഇപ്പോൾ സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം നടന്നത്. അദ്ദേഹം പറഞ്ഞു മണ്ഡലമാസക്കാലത്തിൻ്റെ തിരക്ക് കൊണ്ട് കണക്കുകൾ സ്വരൂപിക്കുന്നതിൽ വീഴ്ച വന്നു, അല്ലെങ്കിൽ കാലതാമസം വന്നു. സെപ്റ്റംബർ 20 കഴിഞ്ഞ് നവംബർ മാസം 16 ഈ മണ്ഡലമാസക്കാലം ആരംഭിച്ചത്. നവംബർ 16 എന്ന് വെച്ചാൽ സെപ്റ്റംബർ 20 കഴിഞ്ഞ് വീണ്ടും 2 മാസക്കാലത്തോളം, ഏകദേശം 2 മാസക്കാലത്തോളം അയ്യപ്പ സംഗമത്തിന്റെ സംബന്ധിച്ചുള്ള കണക്കുകൾ ശേഖരിക്കാനുള്ള, അല്ലെങ്കിൽ ആ വൗച്ചറുകളും റെസീപ്റ്റുകളും ഒക്കെ ശേഖരിക്കാനുള്ള സമയമുണ്ടായി. അത് പോട്ടെ, ഇനി അപ്പ പറ്റിയില്ല. ജനുവരി 20 കൂടിയിട്ട് മണ്ഡലമാസക്കാലം അവസാനിച്ചു. 45 ദിവസമാണ് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ജനുവരി 20 മണ്ഡലമാസക്കാലം സമാപിച്ചു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരി മാസം 15 അപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുന്നു, 1 മാസത്തോളമായിരിക്കുന്നു മണ്ഡലമാസക്കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇവര് തന്നെ പറയുന്നത് 5 കോടി രൂപയുടെ എസ്റ്റിമേഷൻ ആണെന്നാണ്. 4,99,00,000 രൂപയുടെ എസ്റ്റിമേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ 4,99,00,000 രൂപയുടെ കണക്ക് സ്വരൂപിക്കാനായിട്ട് എത്ര ദിവസം വേണം ഇവർക്ക്? ഇവരെന്താണ് പറയുന്നത് യഥാർത്ഥത്തിൽ? അതാണ് ഞാൻ പറഞ്ഞ സാമാന്യ എന്താണ് ഇപ്പൊ ഈ ഓഡിറ്റ്? ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കണം. ആരംഗീകരിക്കണം? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുക എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല. ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യാനായിട്ട് അവരുടെ എന്താണ് ഓഡിറ്റ് ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടോ, ലോസ് ഉണ്ടോ, അല്ലെങ്കിൽ മിച്ചമുണ്ടോ, കമ്മിയുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അതല്ലേ സാധാരണ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ പരിപാടിക്ക് ഇൻകം ഏതൊക്കെ തരത്തില്, എക്സ്പെൻഡിച്ചർ ഏതൊക്കെ തരത്തില്, അതിനകത്ത് കമ്മിയുണ്ടോ, മിച്ചമുണ്ടോ, ഇതാണ് യഥാർത്ഥത്തിലുള്ളൂ. അതിന് ഇവരെ ഏൽപ്പിച്ച ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ട്രിപ്പിൾ സി എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിന് ടെൻഡർ കൊടുത്തു, വിത്തൗട്ട് മറ്റേ പണി കൊടുത്തു. അവർക്ക് ഈ ഇവന്റ് മാനേജ്മെന്റിനുള്ള അധികാരം കൊടുത്തു. വിത്തൗട്ട് ടെൻഡർ ഇല്ല. അപ്പൊ ഇന്നലെ ഞാൻ ചില ചാനലുകളിലെ ചർച്ചയിലൊക്കെ കണ്ടു, ചിലരൊക്കെ വാദമുഖം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതായത് സർക്കാരിന്റെ ലേബർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് ഈ പറയുന്ന IIIC. അവരെ മാനേജ് ചെയ്യുന്ന പണി മാത്രമാണ് ഈ ഊരാളുങ്കലിനുള്ളത്. അതുകൊണ്ട് ടെൻഡർ ഇല്ലാതെ അവർക്ക് കൊടുക്കാം.
ടെൻഡർ ഇല്ലാതെ അവർക്ക് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ടെൻഡർ എന്തിനാണ് വെക്കുന്നത്? ഏറ്റവും ലീസ്റ്റ് കൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലീസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സർക്കാർ സംവിധാനത്തിലുള്ള ഒരു ഏജൻസിക്ക് ഈ കൊട്ടേഷൻ അല്ല ഈ ടെൻഡർ കൊടുത്താൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരില്ല എന്നേ ഉള്ളൂ. ഓഡിറ്റിൽ ഒബ്ജക്ഷൻ വരില്ല, കാരണം സർക്കാർ ഏജൻസിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഏജൻസി കോട്ട് ചെയ്തിരിക്കുന്നത് ലോകത്തെങ്ങും ഇല്ലാത്ത നിരക്കിലാണെങ്കിലോ? അങ്ങനെയുള്ള സംഭവം ഞാനിത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് മാധു. അതുകൊണ്ട് എനിക്കറിയാം സർക്കാർ ഏജൻസികൾ, സിആപ്റ്റ് പോലുള്ള ഏജൻസികൾ എങ്ങനെയാണ് ഈ തരത്തിലുള്ള കൊട്ടേഷൻ കൊടുക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. ലോകത്തെങ്ങുമില്ല. കാരണം സർക്കാരുകൾ ഇത്തരം ഏജൻസികൾക്ക് ടെൻഡർ കൊടുത്താൽ അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരില്ല എന്നുള്ളത് കൊണ്ട് അവര് കൊടുക്കുന്ന അവരെത്ര തുക കോട്ട് ചെയ്താലും അതങ്ങനെ വെച്ച് കൊടുക്കും. കാരണം ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. സ്വാഭാവികമായും ആ ഓഡിറ്റ് അവരുടെ മേശപ്പുറത്ത് വരേണ്ടതാണ്, മീറ്റിംഗിൽ വരേണ്ടതാണ്, അവർ അംഗീകരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിലാണ് അവരുടെ ഓതറൈസേഷനോട് കൂടി ഇത് തിരിച്ചു പോകേണ്ടത്. പക്ഷെ ഇത് ചെയ്യാത്തതിന് ആരെയാണ് കുറ്റം പറയാൻ കഴിയുക? ഒരു ഇടക്കാല ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ. അന്ന് എവിടെയായിരുന്നു ദേവസ്വം ബോർഡ്? 4.5 കോടി രൂപ ചെലവായി, ഇനിയും ചില റെസീറ്റുകൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തിരുന്നല്ലോ ഹൈക്കോടതിയിൽ. എന്തേ അന്ന് എവിടെയായിരുന്നു ഇവര്? അപ്പൊ ഇന്നിപ്പോ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് ഇപ്പൊ ഈ വന്ന കണക്കും മാത്രമല്ല കണക്ക്, ഒരുപാട് കണക്കുകൾ വരാനുണ്ട്. അത്രയും കണക്കിൽ പെടുന്ന പൈസ ഇനി കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് അവരുമായിട്ട് വിലപേശി തീരുമാനിക്കാനിരിക്കുന്നേ ഉള്ളൂ. മാധു, ഇതിനൊരു കണക്കുണ്ടാ? എത്ര രൂപ ചെലവായി? ഈ സംഭവം നടന്ന് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിന് എത്ര രൂപ ചെലവായി, എത്ര രൂപ കളക്ട് ചെയ്തു? പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പിന്നെ കേരള ബാങ്കിൽ നിന്ന് 1 കോടി രൂപ എന്ന് പറഞ്ഞു. ബാക്കി 1 കോടി രൂപ എവിടെ നിന്നാണ്? അദാനി തരാൻ പറഞ്ഞിട്ടുണ്ട്. അദാനിയുടെ പേര് കേൾക്കുമ്പോൾ അരുൺകുമാറിന് സത്യത്തിൽ വിറക്കേണ്ടതാണ്. അദാനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അദാനിയുടെ കാശിൽ കുഴപ്പമില്ല. അതുകൊണ്ട് അദാനിയുടെ കാശും കൂടി സ്പോൺസർഷിപ്പിൽ പെടുത്തിയിട്ടുണ്ട് CPM. അതിൽ തെറ്റില്ല എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ പണം വന്നോ? അപ്പൊ ഇത് എവിടെ നിന്നൊക്കെയാ പണം വരാനുള്ളത്? എത്ര രൂപ ചെലവായി? ഇതിനെക്കുറിച്ചൊന്നും ഒരു കണക്കില്ലെന്ന്. ഇപ്പോ നന്ദഗോവിന്ദൻ ഭജൻസിന് അത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്. ആരുടെ അശ്രദ്ധ? എങ്ങനെയാണ് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ പേര് അവിടെ വന്നത്? അശ്രദ്ധ കൃത്യമായി കമ്പനിയുടേതാണത്രേ. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി കൊടുത്ത, അതായത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അറിഞ്ഞുകൂടാ ആരെ വിളിച്ചാണ് പരാതി ഏൽപ്പിച്ചത് എന്ന്. അവരെഴുതി കൊടുത്ത ഒരു കാര്യം വെച്ചിട്ട് ഈ ഓഡിറ്റ് വരികയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ശരി, ശ്രീ RV ബാബു, ഞാൻ അങ്ങേക്ക് വരാം. അഡ്വക്കേറ്റ് അബിൻ വർക്ക് അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നോക്കൂ മാധു, ഒറ്റ സെക്കൻഡ് കൂടി മാധു, ഇവര് തുടക്കം മുതല് എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന കുഴപ്പം, ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ. ശബരിമലയിലെ സന്നിധാനത്തെ നടന്ന കൊള്ളയെ സംബന്ധിച്ച് പത്മകുമാർ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതി, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ശ്രദ്ധക്കുറവ്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇപ്പോഴും. പിന്നെ പുറത്തു വന്നപ്പോഴായി അങ്ങനെ പറഞ്ഞ പത്മകുമാർ ഇപ്പൊ ജയിലിലാണ്, അങ്ങനെ പറഞ്ഞ വാസു ഇപ്പൊ ജയിലിലാണ്, പുറത്തു വന്നിട്ടില്ല ഇതുവരെ. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ച് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ട് ശബരിമലയടക്കമുള്ള ക്ഷേത്ര സങ്കേതങ്ങളെ കൊള്ളയടിക്കുകയാണ്. വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിയിരിക്കുന്നു. CPMന്റെ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ മാത്രം വെച്ച് കെട്ടിയിട്ട് രക്ഷപ്പെടാം എന്ന് CPM വിചാരിക്കേണ്ട. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, വലിയ കൊള്ളയ്ക്ക് വെള്ളപൂശാൻ എന്നുള്ളതാണ് ഇന്ന് KC വേണുഗോപാൽ ഉന്നയിച്ച ആരോപണം. രമേശ് ചെന്നിത്തല അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ശ്രീ VN വാസവൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. കാരണം ഇത് റീകൂപ്പ് ചെയ്തിരിക്കുന്നു, ഇല്ല എന്നുള്ളത് കള്ളക്കണക്കാണ്, അല്ലെങ്കിൽ കള്ളമായ വ്യാജമായ ആരോപണമാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഈ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്ത രമേശ് ചെന്നിത്തല പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഇപ്പോൾ VN വാസവൻ ആവശ്യപ്പെടുന്നത്. ഈ കക്കുക മുക്കുക എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യമായിട്ടാണ് ഇപ്പോൾ ഈ CPM പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അയ്യപ്പന്റെ സ്വർണം കട്ടുമെന്ന് മാത്രമല്ല, ആ സ്വർണം കട്ടത് വെള്ളപൂശാൻ വേണ്ടി നടത്താൻ അയ്യപ്പ സംഗമത്തിലും കളവ് നടത്തി എന്ന് പറഞ്ഞാൽ ഈ ചതിയിൽ വഞ്ചന പാടില്ല എന്നൊക്കെ പഴമൊഴിക്കാർ പറയും. ഈ ചതിയിൽ വഞ്ചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ എന്താണ്, ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളൊക്കെ പറയുന്ന വാദമുഖങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് റിലേ ചെയ്യേണ്ട ഒരൊറ്റ കണക്കേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഇവർ തന്നെ, ദേവസ്വം ബോർഡ് തന്നെ നിയോഗിച്ച ചാർട്ടേഡ് അക്കൗണ്ടൻസ് വെരിഫൈ ചെയ്ത് ദേവസ്വം കമ്മീഷണർക്ക് കൈമാറി
ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി. ആ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരൊറ്റ കണക്കേ, ആ കണക്ക് മാത്രമേ നമ്മൾ റിലേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇവിടെ ദേവസ്വം ബോർഡ് പറയുന്ന കണക്കോ VN വാസവൻ പറയുന്ന കണക്കോ CPMന്റെ പ്രതിനിധികൾ പറയുന്ന കണക്കോ ഒന്നും തന്നെ ഇവിടെ റിലേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആ കണക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആ കണക്കിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദേവസ്വം ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വെക്കുന്ന ദേവസ്വം കമ്മീഷണറാണ് അവിടെ ഇരിക്കുന്നത്. അതും അത് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാവുമാണ്. മുൻപ് ശ്രീ N വാസു ഇരുന്ന പോസ്റ്റുമാണ്. അങ്ങനത്തെ ദേവസ്വം, അതായത് വീഴ്ച പറ്റിയത് എവിടെയാണ്? വീഴ്ച പറ്റിയത് ഒരൊറ്റ കാര്യത്തിലല്ലേ വീഴ്ച പറ്റിയെന്ന് പറയുന്നുള്ളൂ. അത് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത നന്ദഗോവിന്ദം ഭജൻസ്, അതായത് അവിടെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പരിപാടികളുമായി യാതൊരു ആലോചനയും നടത്താത്ത നന്ദഗോവിന്ദം ഭജൻസിനാണ് പണം കൊടുത്തത് എന്നതിൽ മാത്രമാണ്, അതൊരു പിശകാണ് എന്നതാണ് വീഴ്ച പറ്റിയെന്ന് പറയുന്നത്. ഇനി അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് നമ്മളങ്ങ് വെക്കുക. ഇനിയിപ്പോ നന്ദഗോവിന്ദം ഭജൻസോ മറ്റേതെങ്കിലും ഗോവിന്ദം ഭജൻസോ ആയിക്കോട്ടെ, അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് വെക്കുക, അത് മാറ്റി വെക്കുക. നമ്മളെ അതിൽ പഴിയാറേണ്ട കാര്യമല്ല, അത് പറഞ്ഞുകൊണ്ട് ബാക്കി പറയാം. കാരണം അത് പറഞ്ഞതും ഇതേ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ, ഇവർ ഈ പറയുന്ന റിപ്പോർട്ടിൽ തന്നെയാണ് പറയുന്നത്. അത് അവിടെ നിൽക്കട്ടെ. രണ്ട്, ഈ ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സബ്സിഡറി കമ്പനിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഇന്റൻഷൻ എന്താണ്? ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പല കൺസ്ട്രക്ഷൻ വർക്കുകളും ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ വയനാട് റീഹാബിലിറ്റേഷൻ പ്രോജക്ട് 300 കോടി രൂപയുടെ പ്രൊജക്ട്, 299 കോടി രൂപയുടെ പ്രൊജക്ട്, യാതൊരു വിധത്തിലുള്ള ടെൻഡറും ഇല്ല. 150 കോടി രൂപ താഴെ വരുന്ന ഒരു പ്രൊജക്ടാണ്. അത് ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള നിലയിൽ ടെൻഡർ ഇല്ലാതെ വർക്കുകൾ കൊടുക്കുന്നു എന്ന് ഇവർക്ക് വേണമെങ്കിൽ വാദമായിട്ട് വെക്കാം. ഊരാളുങ്കലിന്റെ ഒരു സബ്സിഡറി കമ്പനിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ പാർട്ടി കുറെ കമ്പനികൾ ഉണ്ടാക്കി, ആ കമ്പനികൾക്ക് സർക്കാരിന് മുഴുവൻ വർക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളതിന്റെ ആദ്യത്തെ ഉദാഹരണം അതല്ലേ? ടെൻഡർ വേണ്ട എന്നാണ് ഈ പറയുന്ന വാദം. ലേബർ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന കമ്പനിക്ക് ടെൻഡർ വേണ്ടെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതെന്താ ഊരാളുങ്കലിന്റെ കീഴിലുള്ള കമ്പനിക്ക് മാത്രം ടെൻഡർ ഇല്ലാതെ കൊടുക്കണം? ഈ നാട്ടിൽ എവിടെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്? ഈ നാട്ടിലുണ്ടാവുന്ന സകലമാന പ്രൊജക്റ്റും ഊരാളുങ്കലിനാണ്. സകലമാന പ്രൊജക്റ്റിന് ടെൻഡർ ഇല്ലാതെയാണ് കൊടുക്കുന്നത്. ഈ ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധ തട്ടിപ്പല്ലേ? ഈ നാട്ടിലെ എത്രയോ ആളുകൾ കോമ്പറ്റീറ്റീവായി ചെയ്യാൻ പറ്റുന്ന എത്രയോ ആളുകളുടെ അവസരമാണ് നിഷേധിക്കുന്നത്. ഫെയർ പ്ലേ അല്ല അവിടെ നടക്കുന്നത്. കാരണം ഇവരുടെ പാർട്ടിക്കാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അങ്ങേക്ക് അറിയാവുന്നതാണ് എപ്പോഴാണ്, ഏതു കാലത്താണ്, ആരുടെ കാലത്താണ് എന്നുള്ളത്. അല്ലെ, ഞാൻ പറഞ്ഞത് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുന്നത് നിങ്ങൾ നിയമാനുസൃതമാണെന്ന് വെക്കാം. ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സബ്സിഡറി കമ്പനിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കുന്നത് ആരാണ് പറയുന്നത്? ഇതുപോലെ 100 കണക്കിന് സബ്സിഡറി കമ്പനി ഉണ്ട്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ആ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കുന്ന വർക്ക് ലേബർ നിയമങ്ങൾ വെച്ച്, ശ്രീ അരുൺകുമാർ വക്കീലാണല്ലോ, ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ലേബർ ഈ കോഓപ്പറേറ്റീവ് നിയമങ്ങൾ വെച്ച് ഒരിക്കലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലാഭം എടുക്കാൻ പറ്റില്ല. ലാഭം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? പൊടിക്കൈയാണ്. ഈ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 10-20 സബ്സിഡറി കമ്പനി ഉണ്ടാക്കും. 1 ലേബർ സപ്ലൈക്ക് ഉണ്ടാക്കും, 2 മെറ്റീരിയൽ സപ്ലൈക്ക് ഉണ്ടാക്കും, 3 ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കും. ഇങ്ങനെ 10-15 സബ്സിഡറി കമ്പനി ഉണ്ടാക്കും. ഒരു വർക്ക് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ആ വർക്ക് ഓരോ പാർട്ടായിട്ട് 100 പാർട്ടായിട്ട് ഈ 10 സബ്സിഡറി കമ്പനിക്ക് സബ് വർക്ക് കൊടുക്കും. ഈ സബ്സിഡറി കമ്പനികളൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്ക് ലാഭം എടുക്കാം. അതാണ് ഇതിന്റെ വർക്കിംഗ് മോഡൽ. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്തെ ഒരു സബ്സിഡറി കമ്പനിയാണ് നിങ്ങൾ ഈ പറയുന്ന കമ്പനി. ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനി. ഈ കമ്പനിക്ക് എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുത്തത്? ഒന്നാമത്തെ കാര്യം. ഇനി 2, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിലെ ഇവർ നന്ദഗോവിന്ദം ഏജൻസിന്റെ കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ എന്താ കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടൽ എടുക്കുകയാണ്. ആ 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കുകയാണ്. ഈ 5 സ്റ്റാർ ഹോട്ടൽ എടുത്തത് ആരാണ്? സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറാണ്. നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയപ്പോ പറഞ്ഞു ഓർക്കുന്നില്ലേ? സർക്കാരിന് ഒരു ബന്ധമില്ല. ഈ സംഗമം എന്ന് പറയുന്നത് സർക്കാരുമായി യാതൊരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് ഈ അയ്യപ്പ സംഗമത്തിന്റെ റൂം ബുക്ക് ചെയ്യാനുള്ള എന്ത് ചുമതലയാണുള്ളത്? എന്ത് കർത്തവ്യമുള്ളത്? എന്ത് അധികാരമുള്ളത്? അപ്പൊ ഇത് സർക്കാരിന്റെ പരിപാടിയാണെന്ന് മനസ്സിലായില്ലേ? 2, ഇവരെ കുറെ നാട്ടിക്കട മുഴുവൻ പ്രചാരണ പരിപാടി നടത്തി. എന്താണ്? ഒരു സൈഡിൽ വലിയ പിണറായി വിജയൻ, മറു സൈഡിൽ വലിയ VN വാസവൻ, മൂലക്ക അയ്യപ്പൻ. ഇതായിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ പ്രചരണ പോസ്റ്റർ. നമ്മൾ ഓർക്കുന്നില്ലേ? അതിനകത്ത് തന്നെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കണക്ക് തന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി 3, ഒരു കട്ടിലിനും പെണ്ണുങ്ങളുടെ കൂടി 1,4 ലക്ഷം രൂപ. ഇത് ആരാ? ഇത് അതിൽ കിടന്നത് ആരാ?
ആ സപ്രപഞ്ച കെട്ടലിൽ കിടന്നത് ആരാണെന്നറിയാൻ കേരളത്തിന് വലിയ ആഗ്രഹമുണ്ട്. കാരണം എന്നാ 1.25 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം കിടക്കാൻ വേണ്ടി കട്ടിലുണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നറിയാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ അനവധി നിരവധി 2 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് വന്നത് കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഇതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല, ചെറിയ വീഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ PRO എന്നൊരു വിശദീകരണ കുറിപ്പ് നൽകിയിട്ടുണ്ട്. PS പ്രശാന്ത് ഒരു കണക്ക് പറയുന്നുണ്ട്, ദേവസ്വം കമ്മീഷൻ ഒരു കണക്ക് പറയുന്നുണ്ട്, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഒരു കണക്ക് കൊണ്ടുപോയി കോടതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരി, പക്ഷേ ഈ വിശദീകരണ കുറിപ്പിൽ പോലും കൃത്യമായി എത്ര തുക ആകെ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ശ്രീമതി മാധു, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അരുൺകുമാർ, അബിൻ വർക്കി, ശ്രീ RV ബാബു, ആദ്യം തന്നെ ഞാനൊരു കാര്യം വെളിപ്പെടുത്തട്ടെ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗമല്ല. ഞാൻ അയ്യപ്പ ഭക്തരെ പ്രതികരിച്ച് അഖില ഭാരതീയ അയ്യപ്പധർമ്മ പ്രചാര സഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആദ്യ റൗണ്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് 1949 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭാരതകേസരി ശ്രീ മന്നത്തു പത്മനാഭനായിരുന്നു. അദ്ദേഹത്തിന്റെ ബോർഡിൽ ശ്രീ കിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ആഗോള അതല്ല ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞ ശങ്കറും ശങ്കരനാരായണ അയ്യരുമായിരുന്നു ആദ്യത്തെ ബോർഡിലെ പ്രതികൾ. ഇപ്പോൾ നിലവിലുള്ള ബോർഡ് 24ാമത്തെ ബോർഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 2025 സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ ഇറങ്ങിയത്. അതിന് ആമുഖത്തിൽ പറഞ്ഞിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതാണ്. ഒന്നുകിൽ 74 വർഷങ്ങൾ പൂർത്തിയായി 75ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴോ അല്ലെങ്കിൽ 75 വർഷം പൂർത്തിയായതിനു ശേഷവുമാണ് സാധാരണ രീതിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത്. ഇത് പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞ് 1 വർഷവും 50 ദിവസവും പിന്നിട്ട ശേഷമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ വ്യക്തമായിട്ടും ഞാനന്ന് ചോദ്യം ചെയ്യുന്നു. ഞാൻ മുമ്പ് ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്. 1949 ഓഗസ്റ്റ് 1 രൂപീകൃതമായ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി എന്നാണ് നടക്കേണ്ടത്. ഇത് 2025 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ഈ പ്ലാറ്റിനം ജൂബിലി എന്ന് പറഞ്ഞ് ഇവർ ആഘോഷം നടത്തുന്നത്. അപ്പോൾ 75 വർഷമല്ല, 76 വർഷവും 50 ദിവസവും കഴിഞ്ഞ് 51ാമത്തെ ദിവസമാണ് ഈ പ്ലാറ്റിനം ജൂബിലി ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു സർക്കാരിൻ്റെ പരിപാടിയല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. പക്ഷേ പ്രചാരണ ബോർഡുകളിൽ എവിടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിയോ മെമ്പർമാരുടെയോ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ശ്രീ അബിൻ വർഗീയ പറഞ്ഞതുപോലെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ, പടുകൂറ്റൻ പരസ്യ ബോർഡുകളിൽ മുഖ്യമന്ത്രിയുടെ പടവും ദേവസ്വം മന്ത്രിയുടെ പടവും കരട് പോലെ കടുകുമണി പോലെ ഒരു അയ്യപ്പൻ്റെ പടവുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ഭക്തജനങ്ങളെ ബേസ് ചെയ്ത് ഭക്തജന പ്രതിനിധികളാണ്. അവർക്ക് മൂന്നാറിലും കുമരകത്തും അതുപോലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് മുറി ബുക്ക് ചെയ്യേണ്ടത്. ശബരിമല വരുന്ന അയ്യപ്പ ഭക്തർ അവിടെയൊക്കെ താമസിച്ചിട്ടാണോ ശബരിമല ദർശനത്തിന് എത്തുന്നത്? അവിടെ പറഞ്ഞ് 4000 ഇഷ്ടം പ്രതിനിധികൾ പങ്കെടുക്കുന്നത്. എന്തുമാത്രം ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റായിട്ട് കുഴിച്ചു മൂടി, എന്തുമാത്രം ഐഡൻറ്റി കാർഡുകൾ, അവിടെ ടണ്ണ് കണക്കിന് ഐഡൻറ്റി കാർഡുകൾ അവിടെ കൊണ്ട് കുഴിച്ചു മൂടിയത്. ഇതൊക്കെ ഭക്തജനങ്ങൾ ആരും ഇവർ പറയുന്നത് മുഴുവൻ കാപ്സ്യൂളുകൾ വിഴുങ്ങുന്ന ആൾക്കാരല്ല. ഞാനിത് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത്. ഞാൻ പറയുന്നത് ഭക്തജന പ്രതിനിധി എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. പിന്നീട് കണക്കുകളിലേക്ക്, അടുത്ത റൗണ്ടിൽ ഞാൻ കണക്കുകളിലേക്ക് വരാം. ശരി, അഡ്വക്കേറ്റ് PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 23ാമത്തെ ദേവസ്വം ബോർഡ്. ഇന്ന് നമ്മൾ ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണം അധികം വന്നു, അത് അയ്യപ്പ ഭക്തർക്ക് നേരിട്ട് നൽകി, അങ്ങനെ ഒരു വേസ്റ്റ് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുക എന്ന് പറയുന്നത് അത്ര ആ നിലയ്ക്ക് പരാതി ഉന്നയിക്കപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കിപ്പം സംസ്ഥാന സർക്കാരിന് കരാർ കൊടുക്കാൻ ഊരാളുകളുമായി ബന്ധപ്പെട്ട് ഊരാളുകളുടെ മറ്റേതെങ്കിലും, ഇപ്പം അഡ്വക്കേറ്റ് അബിൻ വർക്കി അതുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉന്നയിച്ചു. അങ്ങനെ ഊരാളുകൾ മാനേജ് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കുമോ എന്നുള്ളതടക്കം ചോദ്യം അഡ്വക്കേറ്റ് അബിൻ വർക്കി ചോദിച്ചു. പക്ഷേ
അത് സംസ്ഥാന സർക്കാരിന്റെ കരാറാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ സർക്കാർ പറയുന്നത് എന്താണ്? ഇത് സംസ്ഥാന സർക്കാരല്ല, ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് ഒരു ഓട്ടോണമസ് ബോഡിയാണല്ലോ. ദേവസ്വം ബോർഡിന് ആ നിലയ്ക്ക് ഊരാളുങ്കലിനെയോ ഊരാളുങ്കൽ മാനേജ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയോ പരിഗണിക്കാൻ പറ്റുമോ? ഇവിടെ ഊരാളുകളും അതുപോലെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റ് ഒന്നുമില്ല. ഇവിടെ നിരന്തരം പരിപാടികൾ സംഘടിപ്പിച്ച് പരിചയമുള്ള കിഫ്ബിയുടെ എംപാനൽ അംഗീകാരമുള്ള അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽഡ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് അവാർഡുള്ള IIICക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായി അംഗീകാരമുള്ള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കൃത്യമായിട്ടുള്ള ഏജൻസിയാണ്. ഇവരാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഊരാളുങ്കലിന് കരാർ കൊടുത്തിരിക്കുന്നത്. ഈ വിഷയമെല്ലാം 9/9/2025 ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ തന്നെ ആര്, എങ്ങനെ, എപ്പോൾ, ഏതു രൂപത്തിൽ ഈ പരിപാടി നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് വിശദീകരിച്ചതാണ്. ഇപ്പോഴും അതിനുശേഷം പല ഘട്ടത്തിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ പോലും ഇതിന്റെ എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരാക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഏത് ഏജൻസി വഴി നടപ്പാക്കി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രേഖകളും ഇത് ഏത് ഏജൻസിയാണ് ഏൽപ്പിക്കുന്നതും എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ദേവസ്വം ബോർഡുമായി ഒരു ചോദ്യം ചോദിക്കുകയോ ഒരു ഡിസ്കഷന് തയ്യാറായാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പറഞ്ഞതുപോലെ കൊറി ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷേ അതിനോട് റെസ്പോൺസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ നന്ദഗോവിന്ദൻ ഭജൻസുമായി ബന്ധപ്പെട്ടോ ഈ കൾച്ചറൽ ഇവന്റ്സുമായി ബന്ധപ്പെട്ട ചെലവിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് ഇത് ഉദ്യോഗസ്ഥ വീഴ്ച എന്ന നിലയ്ക്ക് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇനി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അത് IIICക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ബാധകമായ കാര്യമല്ല. IIICക്ക് ഇതുമായി ബന്ധപ്പെട്ട കരാർ കൊടുക്കാൻ ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ കഴിയുന്നത്? സർക്കാരിൻ്റെത് ശരി അങ്ങ് പറഞ്ഞതുപോലെ ആ മാനദണ്ഡം ബാധകമാകും. എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് കഴിയുക? ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഒരു സ്വയംഭരണ സ്ഥാപനത്തിന് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ കൊടുക്കാൻ ഒരു നിയമപരമായിട്ടുള്ള തടസ്സവുമില്ല. ഏതെങ്കിലും നിയമപരമായ തടസ്സമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു സിംഗിൾ പേപ്പർ, ഏതെങ്കിലും ലോ കോട്ട് ചെയ്ത ഒരു വരി താങ്കളോ കോൺഗ്രസ് പ്രതിനിധിയോ ഇതിനെ എതിർക്കുന്നവരോ കാണിച്ചാൽ ഞാനത് സമ്മതിക്കാം. അതില്ലാത്തിടത്തോളം കാലം ഇത് നിയമപരമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വരി അതായത് ടെൻഡർ ഇല്ലാതെ ദേവസ്വം നിയമപരമായി കൊടുക്കാമെന്ന്, അതായത് എനി ലോ അരുൺകുമാറെ ഈ തരത്തിൽ നിയമപരമായി ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നിഷേധിക്കാൻ പറ്റിയ ഒരു നിയമം ഈ നാട്ടിലില്ല. ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് ഒരു സ്വയംഭരണ ഏജന്റ് അല്ല, ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് താങ്കൾ പറ. ഒരു ഗവൺമെന്റ് സംവിധാനത്തിന്, ഒരു പൊതു സ്വയംഭരണ സംവിധാനത്തിന് മറ്റൊരു ഗവൺമെന്റ് സംവിധാനത്തെ ഏൽപ്പിക്കുന്നതിന് ഒരു നിയമപരമായ തടസ്സമില്ല. ഞാൻ പറഞ്ഞല്ലോ, സെന്റർ ഓഫ് എക്സലൻസ് അവാർഡുള്ള കേരള അക്കാദമി ഫോർ സ്കിൽഡ് ഡെവലപ്മെന്റ് കീഴിലുള്ള തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചത്. ഒരു കോടതി അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരു നിയമപരമായ ഏകപക്ഷീയമായി കൊടുക്കുക എങ്ങനെയാണ് ഏകപക്ഷീയമായി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ മുൻ ചീഫ് ആരുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെയാണെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സരത്തിനുള്ള പൊതു അവസരം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഓട്ടോണമസ് ബോഡി ആണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പ്രൈവറ്റ് ഫണ്ട് കൊണ്ടൊന്നുമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിനൊരു സുതാര്യത വേണ്ടേ? ഒരു വിഷയം ഇതിൽ 9/9/2025 കോടതി ഈ കേസ് പരിഗണിക്കുന്നു. 20/9/2025 ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതിനിടയിൽ 10 ദിവസമേ ഉള്ളൂ. ഒരു ടെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിശ്ചിത കാലാവധി വെച്ച് പോയാൽ ഈ പരിപാടി തടസ്സപ്പെടും. ഇവിടെ ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് കാണിച്ചിട്ടില്ല. അത് നിങ്ങൾ പ്രൂവ് ചെയ്യ്. മാധ്യമങ്ങൾക്കാകാം ചോദ്യം ചോദിക്കാൻ. നിങ്ങൾ നടത്തണം എന്നുള്ളതിന് ആചാരപരമായ ഒരു നിയമവിരുദ്ധത നിങ്ങൾക്ക് കാണിക്കുക. അത് അല്ല, ഗവൺമെന്റ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഈ പരിപാടിയുടെ വിവരിക്കാൻ ഞാൻ തയ്യാറില്ല. ആരുടെ താല്പര്യമാണ്? നിയമവിരുദ്ധത കാണിക്കുക. നിയമം അനുകൂലിക്കുന്ന എന്തെങ്കിലും അന്തസ്സായി മാന്യമായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക്, അല്ല മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗകര്യം ഒരുക്കാനും അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്താനും ഒരു ആഗോള തീർത്ഥാടക കേന്ദ്രമായി ശബരിമലയെ ഉയർത്തുവാനും വൻ
ഡെവലപ്മെന്റ് ഹൈക്കോടതി കൃത്യമായി ശബരിമലയിൽ ഉണ്ടാക്കുവാനും ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള പരിപാടി, ആ പരിപാടി നടത്തിയിരിക്കുന്ന മുഴുവൻ നിയമപരമാണ്. ഏതെങ്കിലും നിയമവിരുദ്ധത താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. ലോ ആയിരിക്കണം, അല്ലാതെ ഊഹം വെച്ചുകൊണ്ടുള്ള നിയമവിരുദ്ധത. ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറാണ്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്? കോടതിക്ക് മുന്നിൽ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്, ടെൻഡർ അടക്കമുള്ള. അപ്പൊ ഇവർക്കൊന്നും നിയമപരമായ യാതൊരു ബോധ്യവും ഇല്ലാഞ്ഞിട്ടാണോ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഹൈക്കോടതി നേരിട്ട് നിയമിക്കുന്നത്? അദ്ദേഹം പറയാണ് ടെൻഡർ ഇല്ലാതെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. അത് സ്വന്തം താല്പര്യപ്രകാരം വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിലാണ് എന്നുള്ളതടക്കം, അതും ഈ 10% അധിക തുക നൽകുക എന്നുള്ളതടക്കം ഫിനാൻഷ്യൽ ധൂർത്ത് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ശരി, നമുക്കിത്ര നിയമപരിജ്ഞാനം കുറവാണെന്നേ സ്പെഷ്യൽ കമ്മീഷണർക്കില്ലേ? ഒരിക്കലും. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഓഡിറ്റർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വസ്തുതാപരമായി പരിശോധിക്കാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റിന്റെ പരിശോധിക്കാതെ അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാതെ നിയമവശം പരിശോധിക്കാതെ പറഞ്ഞു. ശരി, ഞാനത് വിലക്കെടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞെന്താണ്? ടെൻഡർ കൊടുക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കെ ജയകുമാറും പറഞ്ഞിരിക്കുന്നത് ടെൻഡർ കൊടുക്കാതെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്തേക്കുള്ള അതായത് ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച അക്കമിട്ട് പറയുമ്പോഴാണ് ടെൻഡർ കൊടുക്കുന്നില്ല എന്ന് സ്പെഷ്യൽ കമ്മീഷൻ പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യമില്ലേ? ഇതൊരു വീഴ്ചയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് വീഴ്ചയാണെന്ന ബോധ്യം സ്പെഷ്യൽ കമ്മീഷണർക്ക് ഉണ്ടാകണ്ടേ? അദ്ദേഹം ഹൈക്കോടതി നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനല്ലേ? വിവരമില്ലാഞ്ഞിട്ടാണോ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്? അല്ല, വിവരമില്ലായ്മ പ്രിവിലേജ് ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആരും അങ്ങനെ കാണിക്കാറില്ല. ഇവിടെ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്തതാണെങ്കിലും നിയമപരമായ പരിജ്ഞാനമില്ലേ? ടെൻഡർ വിളിക്കേണ്ടതായിരുന്നു ബോധ്യമുള്ളതുകൊണ്ടല്ലേ അത് വീഴ്ചയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്? അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ സൂചിപ്പിക്കുന്നു, ഏതെങ്കിലും നിയമവിരുദ്ധത ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം, വലതുപക്ഷ പ്രതിനിധികൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ സാഹചര്യങ്ങളും അത് ആദ്യം സൂചിപ്പിച്ചതുപോലെ വൗച്ചർ ആയാലും ബില്ലായാലും എസ്റ്റിമേറ്റ് ആയാലും നിയമത്തിന്റെ പിൻബലമുള്ള സാഹചര്യത്തോടെ ഈ 17/2 തന്നെ അത് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യും. 27/2 ഇത് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഏതെങ്കിലും കുറവുകൾ അതിലുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമവിരുദ്ധമായ സാഹചര്യങ്ങളുണ്ടോ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ മാധ്യമങ്ങൾ 2 ദിവസമായി, അതുപോലെ കോൺഗ്രസ് പ്രൊഫൈൽ 2 ദിവസമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു കട്ടിലിൽ കിടക്കുന്ന ചിത്രമൊക്കെ കാണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നു. 1,11,000 രൂപയുടെ കട്ടിലും കിടക്കിയും ഏതെങ്കിലും ഒരു വരി, ഒരു വാക്ക് ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിലോ ഓഡിറ്റർ കൊടുത്ത റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത അദ്ദേഹത്തിൻ്റെതായിട്ട് കൊടുത്ത റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിലോ കിടക്കയോ വാങ്ങിച്ചു എന്ന് ഒരു വരി ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ശരി, അത് ചോദ്യം വാർത്ത എയർ ചെയ്ത ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെ വാർത്ത ഏറെ ചെയ്ത മാധ്യമങ്ങൾ വാർത്ത അങ്ങനെ ഏറെ ചെയ്ത മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. പ്രതിപക്ഷം അത് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷവും ചോദിക്കട്ടെ. എന്തായാലും അഡ്വക്കേറ്റ് അഭിനവർക്ക് ഇതിൽ ആരാണ് എന്ന് ചോദിച്ചുള്ളൂ, മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് ക്ഷമിക്കണം, അഭിനയിക്കല്ല, ശ്രീ ആർ വി ബാബു, ഇത് നോക്കൂ. ഇപ്പോ ഈ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരു ക്ലർക്കാണത്രേ കൊണ്ടു കൊടുത്തത്. അതൊന്ന് തുറന്നു നോക്കാനുള്ള സാവകാശം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ആരെയാണ്? അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ദേവസ്വം ബോർഡിനെയാണ്. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പരിപാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞതിന് ശേഷം, ഈ ചടങ്ങും നടന്നതിന് ശേഷം, അതിൽ 2 തവണ എക്സ്റ്റൻഷൻ വാങ്ങിയതിന് ശേഷം കൈവെള്ളയിൽ കിട്ടുന്ന റിപ്പോർട്ട് ഒന്ന് തുറന്നു നോക്കാൻ, അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്നത് എന്തിനാണ്? മാധു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മുടെയൊക്കെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുകയാണ് ഇവരെല്ലാം ചേർന്നത്. യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റ് ഇവരെ ഏൽപ്പിച്ചത് ആരാണ്? ദേവസ്വം ബോർഡല്ലേ. ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത് ദേവസ്വം ബോർഡ്. ഓഡിറ്റ് ചെയ്ത് കൊടുത്തത് ഈ വിജയനാഥ് അസോസിയേറ്റ്സ്. ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച അതേ ഏജൻസി ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ ഓഡിറ്റിൽ ഒരുപാട് ക്രമക്കേടുകൾ കാണുന്നു, പൊരുത്തക്കേടുകൾ കാണുന്നു. ആ പൊരുത്തക്കേടുകൾ സ്പെഷ്യൽ കമ്മീഷണർ, ആരാണ് സ്പെഷ്യൽ കമ്മീഷണർ? സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കുന്നു. സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? അദ്ദേഹം വലിയ നിയമ പണ്ഡിതനാണ്, ജില്ലാ ജഡ്ജിയാണ് സ്പെഷ്യൽ കമ്മീഷണർ. അദ്ദേഹമാണ് ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇവിടെ അരുൺകുമാർ പറയണ്ടേ, അതെ, അത് അലങ്കാരമാണ്. അതെ, ജില്ലാ ജഡ്ജി എന്നുള്ള പദവി അലങ്കാരമാണ്. ഇനി ഞാൻ പറയട്ടെ, ഇവിടെ അരുൺകുമാർ പറയണ്ടായി, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ
IIC എത്ര രൂപയ്ക്കാണ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ഈ ടെൻഡർ എടുത്തിട്ടുള്ളത്? എത്ര രൂപയ്ക്കാണ്? ഒന്ന് വ്യക്തമാക്കാമോ? ദേവസ്വം ബോർഡിന് വ്യക്തമാക്കാമോ? എത്ര രൂപയ്ക്കാണ് ഇവർ എടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? മാധു ഒന്ന് പറയാമോ? 8 കോടിക്കാണ് MOU. ഞാൻ കണ്ടിട്ടുണ്ട്. 8 കോടിക്കാണ് MOU. അതിനുശേഷം നടന്നത് എന്താണ് എന്നുള്ളത് ഇവരാരും വ്യക്തമാക്കുന്നില്ല. ശരി ശരി അപ്പോ ശരി, 8 കോടിക്കാണ് MOU. ഈ 8 കോടിയിൽ താഴെ ആരെങ്കിലും ചെയ്യാനുണ്ടായിരുന്നെങ്കിലോ? 8 കോടിയിൽ താഴെ ഏജൻസിയായിട്ട്, അതായത് ഈ കേരള സംസ്ഥാനത്ത് ആകെ ഒരു ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമേ ഉള്ളൂ ഇവന്റ് മാനേജ്മെന്റ് നടത്താൻ. പക്ഷെ അവർക്ക് പൊൻതൂവലുള്ളൂ. ആകെ ഒരു ഊരാളുങ്കൽ സൊസൈറ്റി മാത്രമേ ഉള്ളൂ. ഇതിനേക്കാൾ താഴെ എന്തോ അവർക്ക് പൊൻതൂവലുള്ളൂ. വാഗ്ബടാനന്ദന്റെ ചരിത്രം, എക്സലൻസി അവാർഡ്, അതെ അതെ അതെ, എക്സലൻസി അവാർഡ് എന്നൊക്കെ ഇങ്ങനെ മുഴിപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ മുഴിപ്പിച്ച ആ സാധനം ഈ ഊരാളുങ്കലിന്റെ സൊസൈറ്റിയുടെ ഈ IIICക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വേറെ ഒരു സ്ഥാപനത്തിനും ഇല്ലേ? അവര് ഇത് 5 കോടിക്ക് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിലോ? അവിടെയാണ് ടെൻഡറിന്റെ പ്രാധാന്യം. അവിടെയാണ് ടെൻഡറിന്റെ പ്രാധാന്യം. അരുൺകുമാറെ, നിങ്ങൾ ഈ ഊരാളുങ്കൽ പറയുന്ന തുകയ്ക്ക് അവരാവശ്യം, ഇപ്പോഴും എന്താ ജയകുമാർ പറഞ്ഞിട്ടുള്ളത്? ഇപ്പോഴും ഓരോ തരത്തും വൗച്ചറുമായിട്ട് വരികയാണ്, ഓരോ തരത്തിലുള്ള ചെലവിന്റെ റിസീപ്റ്റുമായിട്ട് വരികയാണ്. ഈ പണം ഏതൊക്കെ കൊടുക്കണം ഏതൊക്കെ കൊടുക്കണ്ടെന്ന് ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. എത്ര കോടി രൂപ അവർക്ക് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തതിൽ നിയമപരമായ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്. ഇവിടെ നിയമത്തിന്റെ പ്രശ്നമല്ല സാർ. ഇവിടെ ഭക്തജനങ്ങളുടെ പണം, ദേവസ്വം ബോർഡിന്റെ പണം, അല്ലെങ്കിൽ വിശ്വാസികളുടെ പണം ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യാനായിട്ട് ടെൻഡർ ഇല്ലാതെ ഉപയോഗിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം. ഈ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി പണം തരുന്ന ഏജൻസികൾ എന്താ മോക്ഷം കിട്ടാൻ തരുന്നതാണോ? എന്താ മോക്ഷം കിട്ടാൻ തരുന്നതാണോ? നിങ്ങൾ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് സ്പോൺസർഷിപ്പ് മേടിച്ചിട്ടുണ്ട്. എന്തിനാ ധനലക്ഷ്മി ബാങ്ക് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തന്നത്? എന്തിനാ തന്നത്? ദേവസ്വം ബോർഡിന്റെ പണം മുഴുവൻ ധനലക്ഷ്മി ബാങ്കിലാ ആണല്ലോ. ഇതാണ് ഭക്തജനങ്ങളുടെ പരോക്ഷമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ തരത്തിൽ പണം സ്വരൂപിച്ച് അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഒരു അയ്യപ്പ സംഗമം നടത്തുക, എന്നിട്ട് അതിന്റെ പേരിൽ സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു എന്ന് പറയാ. ഇനി ബാക്കി പണം എവിടെ നിന്ന് നിങ്ങൾ കൊടുക്കാൻ പോണേ? ആകെ നിങ്ങൾക്ക് 3 കോടി രൂപയിലേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ബാക്കി പണം എവിടെ നിന്ന് കൊടുക്കാൻ പോണേ? ആര് കൊടുക്കും ഈ പണം? ഒന്ന് പറഞ്ഞു അരുൺകുമാർ, ആര് കൊടുക്കും ഈ പണം? ഒന്ന് പറയൂ, ഈ ചർച്ചയിൽ പറയൂ. ടു ദിസ് മൊമെന്റ് can you reveal that? ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ, 1 രൂപ പോലും അയ്യപ്പ ഭക്തന്മാരുടെയോ, 1 രൂപ പോലും ഗവൺമെന്റിന്റെയോ മുടക്കില്ല എന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉറപ്പ് കൊടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസറിംഗ് നിരവധി. ഇപ്പൊ ഇന്ന് മാതൃഭൂമി ഒരു വാർത്ത താങ്കൾ വായിച്ചോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള പല സ്പോൺസർമാരെയും താങ്കൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്കും മിസ്റ്റർ. മാതൃഭൂമി ഒരു വലിയ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3 മാസം പുറത്തുവിട്ട വാർത്ത നിഷേധിച്ചുകൊണ്ടാ. കാരണം ഇതിൽ സ്പോൺസർ ചെയ്ത പലരെയും 1-ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്തിരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ദ്വാരപാലക ശില്പത്തിന്റെ ആ പാളി കൊടുത്തുവിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹം അന്ന് തന്നെ ഗുണ പറഞ്ഞ് താപപീഠം കണ്ടില്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പല സ്പോൺസർമാരെയും പിൻവലിച്ചു. അങ്ങനെ എന്തു വന്നാലും ഇതിൽ പണം അല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ നയാ പൈസ ചെലവഴിക്കില്ല. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കേൾക്കാനുള്ള മര്യാദ കാണിക്ക്, ഒരു ക്ഷമ കാണിക്കൂ. പിന്നെന്താ കുഴപ്പം? 1 രൂപ പോലും ദേവസ്വം ബോർഡിന് ചെലവാക്കില്ല എന്ന് പറഞ്ഞാൽ ചെലവാക്കില്ല. പിന്നെ എല്ലാത്തിന്റെ ടെൻഡർ താങ്കൾ എടുക്കല്ലേ? എല്ലാത്തിന്റെ ടെൻഡർ താങ്കൾ എടുക്കല്ലേ? ഇവിടെ എന്തായാലും അത് ദേവസ്വം ബോർഡിന് കിട്ടേണ്ട പണമായിരുന്നോ? മുഴുവൻ GST ഇൻപുട്ട് അവിടെ ദേവസ്വം ബോർഡിന് കിട്ടേണ്ട പണമായിരുന്നോ? ശേഷിയുള്ള GST ഇൻപുട്ട് അവിടെ സർ. ഇവിടെ തുടങ്ങിയതല്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ ഈ പണം എവിടെ നിന്ന് തിരിച്ചു കൊടുക്കും എന്ന കാര്യം RV ബാബു ചോദിച്ചതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഇതിൽ ഇനി PS പ്രസാദ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിൽ പറയുന്നത് 1 കോടി കൂടി അത് സ്പോൺസർഷിപ്പിലൂടെ തന്നെ തിരിച്ചു കൊടുക്കും. അതിൽ ആരും ബുദ്ധിമുട്ടണ്ട. അല്ല, ബുദ്ധിമുട്ട് ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ PS പ്രസാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ 1 കോടി കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ദേവസ്വം കത്തിൽ പറഞ്ഞത് 2 കോടി എന്നാണ്. അതായത് ആ പോസ്റ്റിൽ തന്നെ അദ്ദേഹം പങ്കുവെച്ച ഡോക്യുമെന്റിൽ 2 കോടി കൂടി കിട്ടും എന്ന് പറയുന്നുണ്ട്. പോസ്റ്റിൽ പക്ഷെ 1 കോടി എന്നാണ് പറയുന്നത്. എത്ര കോടി എന്ന് ആർക്കറിയാം?
മാധു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കുന്നു. തിരിച്ചടച്ച കാര്യം ശരി, ഓക്കേ. ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനറൽ ഫണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഈ എടുത്തേക്ക് ഈ പണത്തിന്റെ ബാക്കി 5 കോടി രൂപയാണല്ലോ ഇട്ടത്. 3 കോടി കൊടുത്തല്ലോ. ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചിട്ടോ ബാക്കി? ഇല്ല. എന്താ ഇടാത്തത്? അവിടെ നിന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആളറിഞ്ഞില്ലേ? ഇല്ലില്ല, ഒരിക്കലുമില്ല. അല്ല, എന്താ ബാധു ഇങ്ങനെയൊക്കെ ബാലിശമായ ചോദ്യം ചോദിക്കില്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡ് അണ്ടർടേക്ക് ചെയ്ത കാര്യം, ആ അണ്ടർടേക്ക് ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു അണുവിട പോകാൻ പാടില്ലെന്നുള്ള ബോധ്യം ദേവസ്വം ബോർഡിനില്ലേ? അങ്ങ് ചുമ്മാ കുട്ടികൾ ചോദിക്കുന്ന പോലെ ചോദിക്കില്ലേ? ഞാൻ ചോദിക്കുന്നത് 3 ലക്ഷം മാറ്റിയിട്ടുണ്ടോ? ഒരു ജനാധിപത്യപരമായ ചർച്ചയിൽ ഭൂഷണമല്ല. 3 കോടി രൂപ അഡ്വാൻസ് കൊടുത്തു. അതിൽ കൂടുതൽ ചെലവഴിച്ചിട്ടില്ലെന്ന് പറയുന്നു. പിന്നെ 1.25 ലക്ഷമേ നിലവിൽ അവിടെ ഉള്ളൂ. 5 കോടിയാണല്ലോ കൊടുത്തത്. 1.25 കോടി അവിടെ ഉള്ളൂ. അതിന്റെ ബാക്കി എത്രയാണ് എന്ന് പറയുന്നില്ല. 1.25 കോടിയല്ലേ അവിടെ ബാക്കിയുള്ളൂ. അതിന്റെ ബാക്കി എത്രയാണെന്ന് പറയുന്നില്ല. ഇത് എന്തുകൊണ്ട് ജനറൽ ഫണ്ടിലേക്ക് തിരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല? ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? ഇതിപ്പോ കഴിഞ്ഞിട്ട് 145 ദിവസമായല്ലോ. ഇതുവരെ അവിടെ പൂജിക്കാൻ വെച്ചിരിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. ഇടവേള. കടുവിൽ അഭിമുഖി രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യാതെ വ്യക്തനിക്ഷേപം നടത്തുക എന്നുള്ളത് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചെന്നാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ ജനറേറ്റഡ് ഇമേജസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഉറക്കത്തിന് 1 ലക്ഷം രൂപ എന്നുള്ള പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് എത്ര ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ്. ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക? ഒന്നാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമായിരുന്നു എന്നുള്ളത് ആദ്യം തങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? ഇതിനകത്ത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ അനക്ഷർ 1-ൽ ഐറ്റം ലിസ്റ്റിലെ പാർട്ട് കെ അതിനകത്ത് B3 എന്ന് പറയുന്ന കോളമുണ്ട്. ആ കോളത്തിലെ കണക്കിതാണ്: ബെഡ്, ഫാമിലി കോട്ട് മാട്രസ്, പില്ലോ വിത്ത് കവർ, ഫുൾ സെറ്റ്, ക്വാണ്ടിറ്റി 1, റേറ്റ് 1 ലക്ഷം, GST അടക്കം 1,11,365. ഇനി അരുൺകുമാർ പറഞ്ഞാൽ മതി. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടന്ന പരിപാടിയാണ്. ഈ ഒരു ദിവസത്തെ പരിപാടി ഏത് മഹാനായ മഹത് വ്യക്തിക്ക് തലചായ്ക്കാനാണ് ഈ 1,11,000 രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് അങ്ങ് മുടക്കിയത് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് ക്യാപ്റ്റനാണോ, കാരണഭൂതനാണോ, അതോ മറ്റു വല്ലവർക്കും ആണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ആരുടെ ദേഹം ഒന്ന് വിശ്രമിപ്പിക്കാനാണ് 1,11,000 രൂപ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണത്തിൽ നിന്ന് മുടക്കിയതെന്നാ ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ പറയണ്ടേ, വ്യക്തമാക്കണ്ടേ? ഇന്ന ആൾക്ക് കിടക്കാനാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ മതി. വേറെ ആണെന്ന് പറഞ്ഞാൽ മതി. സംശയമുണ്ടെങ്കിൽ ആർക്കാണെന്ന് വ്യക്തമാക്കണമെന്ന് ഈ ചർച്ചയിൽ ചോദിക്കേണ്ടത്. വലിയ അല്ല, ഇത് അങ്ങനെ തന്നെയാണെന്നേ ചോദിക്കണേ. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റനും കാരണഭൂതനും കഴിഞ്ഞിട്ടേ വേറെ ഒരാളുള്ളൂ. അപ്പോ 1,11,000 രൂപയുടെ കട്ടിലിൽ വാസവം കിടന്നിട്ട് മുഖ്യമന്ത്രി അടക്കമൊന്നും വിശ്വസിക്കാനുള്ള വലിയ മഹത്വ മനസ്കത ഒന്നും ഞങ്ങൾക്കില്ല. എന്തോ ആയിക്കോട്ടെ, അവരങ്ങ് പറഞ്ഞാൽ മതി ആർക്ക് വേണ്ടിയിട്ടാണ് അത് മുടക്കിയത്. ചോദ്യം ചോദിക്കുന്നുണ്ട് അരുൺകുമാർ. 4/11/2025 തന്നെ ഇതേ ദേവസ്വം കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ കൊടുത്ത പാർട്ട് കെ എന്ന തലക്കെട്ടില് ഫർണിച്ചർ ആൻഡ് മിസ്ലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിൽ കട്ടിലാകാം, കിടക്കയാകാം, അതുപോലെ സോഫ സെറ്റ് ആകാം, മറ്റു മിസ്ലേനിയസ് ഐറ്റത്തിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തുക അത് ആ ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് മാറുന്നു. അത് ഗസ്റ്റ് ഹൗസിൽ ആരൊക്കെ താമസിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജോ, മന്ത്രിമാരോ, അതുപോലെ MP-മാരോ, കേന്ദ്രമന്ത്രിയോ, കേന്ദ്ര പ്രതിപക്ഷ നേതാവോ, രാഹുൽ ഗാന്ധിയോ ആരും ആഗോള അയ്യപ്പ സംഗമത്തിന് മേടിച്ചതിന്റെ കണക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആർക്ക് കിടക്കാനാണ്? ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് ഏത് ഗസ്റ്റ് ഹൗസിൽ ആരും താമസിക്കില്ല. അല്ല ഗസ്റ്റ് ഹൗസിലേക്കുള്ള മിസ്ലേനിയസ് സാധനം മേടിക്കാൻ വേണ്ടി മുടക്കിയ പണം അത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ ഇമേജുകൾ പ്രചരിപ്പിക്കുന്നു. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് എന്തിയാ മറുപടി പറയാത്തെ?
അല്ല ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അത് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവാക്കണം. അത് അവിടെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തിയ പണം അതിന് ചെലവാക്കാമോ? ആഗോള അയ്യപ്പ സംഗമവും ഈ ഗസ്റ്റ് ഹൗസ് നവീകരണവും തമ്മിൽ എന്താണ് ബന്ധം സാർ? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കാര്യമാണ് ഇതൊക്കെ ബാലിശമായിട്ടുള്ള എല്ലാം ബാലിശമാണല്ലോ. കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചു എന്ന് പറഞ്ഞതും ആ കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചതും 2 കോടി രൂപ തന്ത്രി ഇട്ടത് കാണാതെ പോയതും അത് ആന്റോ ആന്റണി 2 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും അത് വാർത്തയാക്കരുത്. ആന്റോ ആന്റണി 2 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും തന്ത്രി ഇട്ട് 2 കോടി കാണാതെ പോയതും അതൊന്നും ആരും ചർച്ചയാക്കരുത്. അതൊരു മാധ്യമങ്ങൾക്കും ചർച്ചയാക്കരുത്. അതുകൊണ്ട് ഇല്ലാത്ത ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തുമ്പോൾ പൊട്ടുന്നത് പോലെ ഇത് പൊട്ടിപ്പോയി. എന്റെ അവസരമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. അതായത് തന്ത്രി 2 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇട്ടുവെന്നും ആ പണം ആന്റോ ആന്റണി എടുത്തു എന്നുള്ള ഒരു ആരോപണം ഇന്ന് CPM ഉണ്ടോ ഇല്ലയോ? അതൊക്കെ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. തന്ത്രി ഇട്ടു എന്നും അത് പലതവണ ആ സ്ഥാപനം റെയ്ഡ് ചെയ്ത വിജിലൻസിനും അതുപോലെ തന്നെ സ്പെഷ്യൽ അന്വേഷണ കമ്മീഷനും ഉണ്ട്. അത് ഇട്ടു എന്നുള്ളത് കൃത്യമായി ഹൈക്കോടതി അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി സംഘം കണ്ടെത്തിയതാ. ഉദയഭാനും വാല് മുറിഞ്ഞ് ഓടിയ കാര്യ പറയുന്നത്. ഒരുമാതിരി സംഭവിച്ചല്ലോ. തന്ത്രി നിങ്ങൾക്ക് പറയാം അത് ആങ്കർ കേൾക്കൂല. ഞാൻ പറയുമ്പോ അത് തെളിയിച്ചോ? ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ മേടിച്ചു ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തിയത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ തമ്മിലുള്ള കാര്യം. അത് KC വേണുഗോപാലായും ആന്റോ ആന്റണിയും തമ്മിലുള്ള കാര്യം അവർ തെളിയിക്കട്ടെ. എനിക്ക് പറഞ്ഞ കാര്യം തെളിയിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അതും വിഷയമാണ്. ഞാൻ എന്റെ പോയിന്റ് ക്ലിയർ ആയിട്ട് ഒന്ന് ഇനി അരുൺകുമാർ സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കും. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒന്ന് ആന്റോ ആന്റണിയുടെ വിഷയം ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാം. ആ വിഷയത്തിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല എന്ന് ഇവിടെ പ്രസ്താവിച്ച ഏജൻസി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. ദേശീയ ED പറഞ്ഞതാണ്. ആ തന്ത്രി ഇട്ട പൈസ ഏതോ കുന്നത്തുപറമ്പ് ഫിനാൻസിലാണ് എന്ന് ഇവരുടെ ഏജൻസി കണ്ടെത്തിയതാണ്. അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദയഭാനു ആ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. അതാണ് അതിന്റെ വസ്തുത. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പ്രിയപ്പെട്ട അരുൺകുമാർ ഈ IIICക്ക് കിഫ്ബിയുടെ ഏതാണ്ട് ഒരു അവാർഡ് കിട്ടിയെന്ന് പറയും. ആ അവാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ അരുൺകുമാറെ. ആ അവാർഡിന്റെ കിഫ്ബി കൊടുക്കുന്ന അവാർഡാണോ? അല്ലല്ല, ഒരു സെക്കൻഡ് മാധു ഒരു സെക്കൻഡ് പോകല്ലേ. സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ കിഫ്ബി കൊടുക്കുന്ന അവാർഡല്ല. മണ്ടത്തരം പറയുന്നത്. സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം തുടങ്ങാൻ നേരത്ത് അങ്ങനെയാണ് തുടങ്ങുന്നത്. അല്ലാതെ കിഫ്ബി കൊടുത്ത അവാർഡല്ല അത്. മണ്ടത്തരം പറയരുത്. ശരി, സെന്റർ ഫോർ എക്സലൻസ് ആയി 2018 തുടങ്ങിയ സ്ഥാപനമാണത്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അല്ലാതെ അവാർഡ് കൊടുത്തു തുടങ്ങിയതല്ല. മണ്ടത്തരം പറയരുത്. സെന്റർ ഫോർ എക്സലൻസ് ആയി സ്കിൽഡ് ഡെവലപ്മെന്റ് അക്കാദമിയുടെ 2018 തുടങ്ങിയതാണ് ഈ IIIC എന്ന് പറഞ്ഞത്. അല്ലാതെ അത് അവാർഡ് കൊടുത്തു തുടങ്ങിയതല്ല. ശരി, എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ രണ്ടാമതൊരു ഓഡിറ്റ് നടത്തി ഈ കണക്കൊക്കെ ഒപ്പിച്ചെന്ന് തന്നെയാണ് പറയുന്നത്. ഈ കണക്കൊക്കെ ഒപ്പിച്ച് കൊണ്ടുപോയി കോടതിയിൽ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ആധികാരികമായ ഒരു കണക്ക് കിട്ടിയാൽ മതിയല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനകത്തെ കണക്കെന്താ? അടുക്കൽ അഭിനൂർക്ക് അങ്ങനെയല്ല ചോദിച്ചത്. അതു ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് മെയിൻ സ്പോൺസറായ ധനലക്ഷ്മി ബാങ്ക് 2 ലക്ഷം രൂപയും 2 കോടി രൂപയും, കേരള ബാങ്ക് 1 കോടി രൂപയും, അങ്ങനെ കേരള ബാങ്ക് 2 കോടി രൂപ, ധനലക്ഷ്മി ബാങ്ക് 2 കോടി രൂപ, 4 കോടി രൂപയാണ് കിട്ടിയതെന്ന് പറയുന്നു.
അദാനി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എത്ര കൊടുത്തുവെന്നോ ഏത് അക്കൗണ്ടിലേക്കാണ് ഈ പണം ഈ വന്നതെന്നോ വിഷയവുമായി ഇതുവരെ ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2 കോടി രൂപയും 1 കോടി രൂപയും മുഴുവനായി 3 കോടി രൂപ. 3 കോടി രൂപ. അതാ ഞാൻ ആദ്യം പറഞ്ഞു. 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൻ്റെയും 1 കോടി രൂപ കേരള ബാങ്കിൻ്റെയും, അങ്ങനെ 3 കോടി രൂപ രൊക്കം കിട്ടിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഏത് അക്കൗണ്ടിലേക്കാണ് ആ പണം വന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ 3 കോടി രൂപയാണ് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി പൈസ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിട്ടില്ല. ഈ അര ദിവസം മാത്രം നീണ്ടു നിന്ന ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കിട്ടുന്ന പണം ആരുടെയാണ്? സാധാരണക്കാരായ അയ്യപ്പ ഭക്തരുടെ പൈസയാണ്. ആ പൈസ ഇതുപോലെ തൂർത്തടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ഭക്തജനങ്ങളെ വഞ്ചിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. കാരണം ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്ലാറ്റിനം ജൂബിലിയുടെ പേരിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചെന്നാണ്. പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞ് 1 വർഷവും 50 ദിവസവും കഴിഞ്ഞിട്ടാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത്. അപ്പോൾ പ്ലാറ്റിനം ജൂബിലിയുടെ പേരിലല്ല. പ്ലാറ്റിനം ജൂബിലി ഒരു മറവ് മാത്രമായിരുന്നു. ഇവർക്ക് അതിന് നിശ്ചിതമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. നിശ്ചിതമായ താല്പര്യങ്ങളും അവരുടെ അജണ്ടകളും ഉണ്ടായിരുന്നു ഈ അയ്യപ്പ സംഗമത്തിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ഇന്ന് വരെ ഇപ്പം 145 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് വരെ കൃത്യമായി കഴിയുന്നത്. ശരി, ഇനി പോകട്ടെ. കോടതി പറഞ്ഞിരിക്കുന്നത് 3 ആഴ്ചക്കുള്ളിൽ ഇത് കൊണ്ടുപോയി കൊടുക്കാനാണ്. 3 ആഴ്ച കൊണ്ട് സാധ്യമാകുമായിരുന്നു ഒന്നായിരുന്നെങ്കിൽ ഈ 144 ദിവസം എന്തു ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കോടതിയിലേക്ക് എത്തട്ടെ. കണക്കുകൾ വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരികയും ചെയ്യട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റ്.